ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ടേബിളും അതുപോലെ കോഫി ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സെയിം എപ്പോക്സി റെസിൻ ഉപയോഗിച്ചിട്ട് വേറെ ഒരുപാട് പ്രൊഡക്റ്റ്, വാഷ് ബേസ് അടക്കം ഒരുപാട് പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതും അതുപോലെ തന്നെ ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ടേബിൾ ഉണ്ടാക്കുന്നത് എന്നും ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാവൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുബീഷേട്ടൻ കാശ് കൊടുക്കാതെ കുറേ ആൾക്കാരെ കൊണ്ട് പണിപ്പിക്കുന്നുണ്ട്. അതായത് സുബീഷേട്ടൻ വളർത്തുന്ന എന്തോ ഒരു ജീവിയുണ്ട്, അതിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. നമ്മുടെ സാലറി കൊടുക്കാത്ത പണിക്കാർ, അവർ 100% സാലറി കൊടുക്കാതെ വർക്ക് ചെയ്യുന്ന നമ്മുടെ പണിക്കാരാണ്. ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നല്ല നല്ല ഉഷാറ് ആൾക്കാരുണ്ട് ഇവിടെ. ജോലിയിലാണ് അവർ ജോലിയിലാണ്. ഇതാ പോകുന്നു. നമ്മളധികം ശല്യം ചെയ്യാറില്ല. അവരുടെ ഇതുപോലെ തന്നെയുള്ള കംപ്ലീറ്റ് ഗ്യാപ്പുകളൊക്കെ അവർ ഫില്ല് ചെയ്ത് തരും നമുക്ക്. വലിയ മരല്ലേ, അതെ അതെ. ഈ വുഡ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തതാണ്. സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത വുഡാണ്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വേണ്ട. അപ്പോൾ നമുക്കിതിന് ഒരു മോഡൽ വേണം. അതായത് നാച്ചുറലായിട്ട് വരുന്നൊരു മോഡൽ കിട്ടുമ്പോഴാണ് ശരിക്കും എപ്പോക്സി ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്ത് വുഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത്ര ഭംഗി ഫീൽ ചെയ്യില്ല. പക്ഷെ നേരെ മറിച്ച് ഇത് നമ്മളൊരു മെഷീൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്ത ഫീൽ എപ്പോൾ വരും. പക്ഷേ ചെതിൽ അതെ, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ആപ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തൊരു ഫീൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിങ്ങനെ ആകുന്ന സമയത്ത് ചെതൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇതെടുത്ത സ്ഥലം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഷ്യാമിന് കാണാൻ പറ്റും. ഈ ചെതലെടുത്ത സ്ഥലം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിവിടെ വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ആ പോർഷൻ നമ്മൾ എടുത്ത് മാറ്റിയപ്പോഴേ ഇവിടെ അവർ അത്യാവശ്യം വർക്ക് അവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ശല്യപ്പെടുത്തണ്ട. അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് ചെതൽ വേണ്ട അല്ലെങ്കിൽ ചെതൽ പിടിപ്പിക്കേണ്ടത്, ജസ്റ്റ് വെള്ളം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിനിമയിലുണ്ടല്ലോ ജഗതി പറയുന്നത്, ആധാരത്തിനകത്ത് ഫോൺ നമ്പറോ എന്തോ ഡേറ്റോ എന്തോ തിരുത്തുന്നത്, സെയിം പ്രോസസ്സിങ്. അത് കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ പരിപാടിയുടെ തുടങ്ങിയിട്ടുള്ളത്. ചെതലൊക്കെ എവിടെ ഉണ്ടെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് ഒരുപാട് എണ്ണത്തിന് ആവശ്യമുണ്ട്. ആകുമ്പോൾ വർക്കേഴ്സ് തികയാതെ വരികയാണ് ചെതൽ വർക്കേഴ്സ്. ഇല്ല, അത് ജസ്റ്റ് സാൻഡർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു ചെറിയ പീസാണ്. അത് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അവർക്ക് ഏത് പീസുകൾ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എന്തായാലും അത് നമുക്കൊന്ന് ചെയ്യാം. എന്തായാലും നമുക്കത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള പീസാണ്. അത് നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ. സാൻഡറിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം സുബീഷേട്ടൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊരു കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് റേഷ്യോ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉണ്ടാക്കാൻ. ഇപ്പോൾ ഒഴിക്കുന്നത് റെസിൻ എന്ന് പറയുന്നൊരു കെമിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പുള്ളി എന്തൊക്കെയാണ് പറഞ്ഞു, എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഇനി ആ റെസിനിലേക്ക് ആ റേഷ്യോ അനുസരിച്ച് തന്നെ വേറെ ഹാർഡ്നർ എന്ന് പറഞ്ഞ വേറൊരു പ്രൊഡക്റ്റും കൂടിയും അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കണക്ക് നോക്കിയിട്ടാട്ടോ, അടിയിലുള്ള വെയിറ്റ് മെഷീൻ നോക്കിയിട്ട് കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഈ രണ്ട് തരം കെമിക്കൽ ചേർത്ത മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ ചെറിയൊരു അളവിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാരണമാണ് ഇങ്ങനെ മിക്സ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ ബക്കറ്റിൽ ഡ്രിൽ മെഷീനൊക്കെ യൂസ് ചെയ്തിട്ട്, അതിനെന്തോ പേരൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രിൽ മെഷീനൊന്നുമല്ല, ആ മെഷീൻ യൂസ് ചെയ്തിട്ടൊക്കെയാണ് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കാണിച്ചു തരുന്നത്. സേഫ്റ്റി ഫസ്റ്റ് എന്നല്ലേ പറയുക. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജോലികളെല്ലാം ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് സേഫായിട്ട് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെമിക്കൽ നമ്മുടെ ഡ്രസ്സിലോ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റില്ല, ചീത്തയായി പോകും. നമ്മുടെ ഫെവിക്വിക്കൊക്കെ ഡ്രസ്സിലായപ്പോഴത്തെ അവസ്ഥയായിരിക്കും. അതേപോലെ തന്നെ കയ്യിലായാലും കഴുകിക്കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്ലൗ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരുപാട് സമയം അതുപോലെ തന്നെ നല്ല ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നൊക്കെ പറയില്ലേ, അതേപോലെ ക്ഷമയുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റിയൊരു ജോലിയാണിത്. കാരണം ഓരോ സ്റ്റേജും അതിൻ്റേതായ ക്ഷമയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്നതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബബിൾസൊന്നും ഒരുപാട് ഉണ്ടാവരുത്. ചെറിയ മൈക്രോ ബബിൾസൊക്കെ ഉണ്ടായി കുഴപ്പമില്ല, അത് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് ആ ബബിൾസൊക്കെ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ വലിയ ബബിൾസൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ രണ്ടും മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നിർത്തി നമ്മൾ കളർ ചേർക്കേണ്ടത്. ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്ന ഗ്രീൻ കളറുള്ള ഒരു ആൽക്കഹോളിക് പിഗ്മെൻ്റാണ്. അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ കളറ് ഗ്രീനിലേക്ക് മാറും. ട്രാൻസ്പെറൻ്റ് ഉണ്ടായത് ചെറിയൊരു ട്രാൻസ്പെറൻറ്റോട് കൂടിയ ഗ്രീൻ കളറായിരിക്കും.
ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന മെറ്റാലിക് പിഗ്മെൻറ്റ് എന്ന് പേരുള്ളൊരു സാധനമാണ്. ഇതെല്ലാം പല കളറിലുണ്ട് കേട്ടോ. നമുക്ക് ഏത് കളറാണ് ആവശ്യം വെച്ചാൽ അത് ചേർക്കാം. ഇതിങ്ങനെ വാരി ഇടുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, ഏട്ടാ ഇതിങ്ങനെ ഇട്ട് എങ്ങനെ ശരിയാകുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ 6-7 വർഷത്തെ എക്സ്പീരിയൻസ് കാരണം മാത്രമാണ് പുള്ളിക്ക് ഇതിങ്ങനെ ഇടാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഇതിനെല്ലാം കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അളവില്ലെങ്കിൽ ഇതെല്ലാം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് അളവില്ലാതെ ഒരു കാര്യം ചെയ്യരുത്. പുള്ളിയുടെ എക്സ്പീരിയൻസ് കാര്യം ചെയ്യുന്നതാണ് ഇത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിലൊരു പ്രത്യേക തരം ഷേഡോ വരുന്നുണ്ട്. അത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത മെറ്റാലിക് പിഗ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം. സാൻഡിങ് മെത്തേഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ലെയറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ച എപ്പോക്സി ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അതിന് മുകളിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലേടെ സ്ക്രാച്ചും കാര്യങ്ങളും സാൻഡിങ് മെത്തേഡ് കഴിഞ്ഞ് ഒരുപാട് സ്ക്രാച്ച് പോലെയൊക്കെ മങ്ങിയ പോലെയൊക്കെ കാണാൻ പറ്റും. അതെല്ലാം പോയിട്ടൊരു ക്ലിയർ ആയിട്ടൊരു വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയാണ്. ഈ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിൾ ഗ്രൗണ്ട് ലെവൽ അനുസരിച്ച് സെറ്റ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ എപ്പോക്സി എങ്ങനെ ഒഴിച്ചാലും ലാസ്റ്റ് അത് ഗ്രൗണ്ട് ലെവലിൽ ഒരേപോലെ തന്നെ ആവും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലിപ്പോൾ ഈ കാണുന്ന ഷെയ്ഡില്ലേ, ഇത് നമ്മളെ ചെതൽ പണിക്കാർ ചെയ്ത വർക്കാണ് കേട്ടോ. നാച്ചുറലായിട്ട് ചെതലിനെ കൂടെ ഉണ്ടാക്കിച്ച ഗ്രെയിൻസ് ആണ് ആ കാണുന്നത്. ഇനിയുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബബിൾസ് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കലാണ് പണി. ഇപ്പോൾ ഇതിൽ കുറച്ച് ബബിൾസൊക്കെ കാണുന്നുണ്ട്. ആ ബബിൾസ് നമുക്ക് കളയാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതെ, നമ്മളിതങ്ങ് കത്തിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലുണ്ടാവുന്ന മൈക്രോ ബബിൾസ് അടക്കം എല്ലാ ബബിൾസും പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ 100% ഗ്രൗണ്ട് ലെവൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എപ്പോക്സി പരന്ന് ഒരേ ലെവലിലായിട്ടും കിട്ടും. ഇത് വാഷ് ബേസിനാണ്, വുഡൻ വാഷ് ബേസിൻ. ഇത് ഒറ്റ തടിയിലാണ് വാഷ് ബേസിനാണ്. ഇതൊന്നും ആൻറ്റീക്ക് അല്ല, അതും കൂടെ ഞാൻ ഫസ്റ്റ് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രോഡക്റ്റുകളൊന്നും ആൻറ്റീക്ക് അല്ല, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ കുറഞ്ഞ കാലത്തിൻ്റെ ആണ്, അല്ലാണ്ട് അത്ര വർഷം മുമ്പത്തെ പഴക്കമുള്ള ഒന്നും അല്ല കേട്ടോ. അത് ഈ സമയത്ത് പറയണം ശ്യാമേ, ശരിക്കും ഇത്ര വർഷം പഴക്കമുണ്ട്. 1 വർഷം പഴക്കമുണ്ട്. ഇത് ചുരുങ്ങിപ്പോയി ഇതിന് ഏകദേശം 1 വർഷത്തെ പഴക്കമുള്ളൂ. CNC മെഷീനിൽ നമ്മൾ തന്നെ ചെയ്താണത്. CNC മെഷീനിൽ കട്ട് ചെയ്താണ്. അത് വുഡിൻ്റെ ഡിസൈൻസിനനുസരിച്ച് നമ്മളിവിടെ പൈപ്പ് വെക്കാനായിട്ടുള്ള ഗ്യാപ്പും അതുപോലെ തന്നെ ഇത് ഔട്ടർ പോകാനായിട്ടുള്ള ഗ്യാപ്പും ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചെയ്ത് തന്നെയാണ്. ഇതിന് ജസ്റ്റ് ഒരു ഡാർക്ക് കളർ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഒരു കളർ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലല്ല, അതിൻ്റെ പോളിഷിങ് വരാണ്ട്, ഫൈനൽ പോളിഷിങ് വരാനുണ്ട്. അല്ല, ഇത് നമ്മൾ ഓൾറെഡി ഇനി ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ പീസാണ്. കാരണം നമ്മൾ ഒരു വാഷ് ബേസും ആദ്യം വുഡനിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രിക്വേഷൻസ് ഫസ്റ്റ് വേണം. കാരണം വെള്ളത്തിലായതുകൊണ്ട് തന്നെ പാടാണ്. കാരണം വെള്ളത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് 100% ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പിന്നെ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് ചെയ്തെടുക്കണമെങ്കിൽ അതുപോലെ തന്നെ എപ്പോക്സി ഫില്ല് ചെയ്ത് കോട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പിന്നെ അത് മാത്രമല്ല ഇത്രയും കനത്തിലുള്ള ഒരു വുഡിന് തന്നെ നല്ല രീതിയിൽ എമൗണ്ട് വരും. ഇതിപ്പോൾ 7 ഇഞ്ചോളം വീതി വരുന്നുണ്ട്. ഒറ്റത്തടിയാണ്. അപ്പോൾ അത്രയും എമൗണ്ട് വരും ഇതിനകത്ത് ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് മാത്രമല്ല 100% വാട്ടർ റെസിസ്റ്റൻസ് ആവും വേണം. അപ്പോൾ അത് ഏത് സമയത്തും വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് വാട്ടർ റെസിസ്റ്റൻസ് ആവും വേണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്പെരിമെൻ്റൽ പീസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മളിങ്ങനെ വെച്ചു. ഇതിനകത്ത് വെള്ളം ഉപയോഗിക്കാറുണ്ട്. പുറത്ത് വെച്ച് അത് ടെസ്റ്റിങ് കഴിഞ്ഞാണ്. 100% സക്സസ് ആണ്. അതുപോലെ തന്നെ ഇതുണ്ട് സെയിം. ഇതും വുഡൻ വാഷ് ബേസിൻ തന്നെയാണ്. ഇതൊരു ഓവൽ ഷേപ്പാണ്, അതൊരു സ്ക്വയർ ടൈപ്പാണെന്ന് മാത്രം. ഒരു ബോക്സ് ടൈപ്പാണ് ഇത് വരുന്നത്. അല്ല, അടിക്കുള്ള ജസ്റ്റ് നമ്മളൊരു അവിടെ വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ വരുന്നുള്ളൂ. വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ വാഷ് ബേസിൻ വാങ്ങിക്കുന്നത് പോലെ തന്നെ പൈപ്പിനുള്ള ഹോള്. അതെ. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ്. ഇത് സ്ക്വയർ ടൈപ്പാണ്.
ഇത് പിന്നെ നമ്മുടെ CNC ചെയ്തിട്ടുള്ളതല്ല, അത് നമ്മുടെ മാനുവലി കൈ വെച്ചിട്ട് ഓരോരോ പീസുകൾ കട്ട് ചെയ്ത് ഒട്ടിച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്തും ഇതിന് സ്ലോപ്പ് വേണം വെള്ളം പോകാനായിട്ടുള്ള. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ പുറത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം മഴ നനയാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ടെസ്റ്റിന് വെച്ചതാണത്. അപ്പോൾ ഈ സംഭവം എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് മഴ കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. മഴ കൊള്ളിച്ചിട്ട് വെള്ളം എത്രത്തോളം താങ്ങി നിൽക്കും, അല്ലെങ്കിൽ വെള്ളത്തിന് എത്ര റെസിസ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ്ലി ഇതൊരു മാറ്റ് ഫിനിഷ് വന്നിട്ടുള്ളതാണ്. വെള്ളത്തിന് ഇതൊന്നും ഇല്ലല്ലോ, നനവും കാര്യങ്ങളും ഇല്ലല്ലോ, യാതൊരു കുഴപ്പമില്ല. കാരണം ഇത് ഫുള്ളി ഒരു മാറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ആക്ച്വലി ഞാനിപ്പോൾ വരുന്നതിൻ്റെ കുറച്ച് മുൻപ് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ കാണാൻ നല്ല മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ വെള്ളം തീരെ പിടിച്ചിട്ടില്ല, മൊത്തം വെള്ളം പോയിട്ടുണ്ട്. അതെ. കാരണം ഇത് ഫുള്ളി കോട്ടഡ് ആണ്. എല്ലാം ഉൾഭാഗത്താണെങ്കിലും പൈപ്പിൻ്റെ ഗ്യാപ്പുകളാണെന്നുണ്ടെങ്കിലും സൈഡുകളെല്ലാം കോട്ടഡ് ആണ്. അത് ഫുള്ളി വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് വെള്ളത്തിൽ മുക്കി വെക്കാറുണ്ട്. നമ്മൾ ചെയ്തതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ ഇറക്കി വെക്കും. അതൊരു മാസത്തോളമൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ ഇത് എടുക്കാറുള്ളൂ. കാരണം വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും 100% പറഞ്ഞിട്ട് കൊടുക്കണം. അതല്ലാണ്ട് നമ്മൾ ഇത്രയും എമൗണ്ടിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തായാലും വാഷ് ബേസിൻ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ല തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് അങ്ങനെ കൊടുക്കാമല്ലോ. ഇല്ലല്ല, ഇത് യൂണിറ്റ് മാത്രമേ ഉള്ളൂ, പ്രൊഡക്ഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അത് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് കൂടുതലായിട്ടും നമ്മുടെ ഓഫീസായിട്ട് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഒരു ഇന്റീരിയർ ഡിസൈനിങ് സെൻറ്ററും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വിളിച്ചൊരു വർക്ക് തരണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങണമെങ്കിലോ എങ്ങനെയാണ് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി. ഇവിടേക്ക് അങ്ങനെ ആരും വരാറൊന്നുമില്ല. ഇവിടെ നമ്മുടെ യൂണിറ്റ് മാത്രമേ ഉള്ളൂ, പ്രൊഡക്ഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. യാദൃശ്ചികമായിട്ട് കയറി വരുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇവിടുന്ന് പ്രൊഡക്റ്റുകൾ ഓരോന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ളി അവിടെ വയ്ക്കുക ചെയ്യുന്നത്. സുബീഷേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പോലെ ഒന്നല്ല, ഭയങ്കര പ്രശസ്തനാണ്. നമ്മുടെ വനിത മാഗസീനിൽ ഒക്കെ വന്നിട്ടുള്ള ആളാണ്. ചേട്ടാ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അത് പിന്നെ വനിതയുടെ വീട് എന്ന് പറഞ്ഞ മാഗസീനാണ്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പക്ഷേ ആ ഡീറ്റെയിലിങ് വീഡിയോസിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ചിലവ് നമുക്ക് സെറ്റാക്കാം, ഇത് ഓണം എഡിഷൻ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് ഒരു എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഈ ടേബിളാണ് ശ്യാമിനിപ്പോൾ ഞാൻ കാണുന്നത്. ടേബിളല്ല, ഇതൊരു ക്ലോക്ക് ആയിരുന്നു. അതിപ്പോൾ നമ്മളവിടെ കണ്ടില്ല. പക്ഷേ ഒരു പിന്നെ പേസ് പിഗ്മെന്റ് ചെയ്തു പറഞ്ഞിട്ട് ബ്ലൂ സെയിം ക്ലോക്കാണത്. സെയിം ആണ്. അതെ അതിൻ്റെ ഫോട്ടോസ് ന്യൂസ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു. എവിടെ പോയി എന്ന് തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിനിഷിങ് ചെയ്ത വർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അതെ. നമ്മൾ ഉള്ളിൽ കണ്ട വർക്കുകൾ ചിലതൊക്കെ ഫിനിഷിങ് ആയിട്ടില്ല, ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഫിനിഷ് ചെയ്ത വർക്ക് ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടാവുന്നത്. അത് നീ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഞാൻ ഫിനിഷിങ് ടൈമിൽ വരാൻ പറഞ്ഞായിരുന്നു. ചാടി കയറിയിട്ട് വരുന്ന കാര്യം നമ്മളറിയില്ലല്ലോ. നമ്മളിത് പ്ലാൻ ചെയ്തെടുക്കാറില്ല. ഇത് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂണിറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും നമ്മൾ വ്യൂവേഴ്സിനും കൂടി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് റെസിൻ ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. കീ ചെയിനുകൾ, മാലയുടെ ലോക്കറ്റുകൾ, ഇയറിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ക്ലോക്കിൻ്റെതാണ്. ഇത് മിക്സിങ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോളിഷ് ചെയ്യുന്ന എങ്ങനെ, ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന അങ്ങനെ എല്ലാ ഡീറ്റെയിലിംഗ് ആയിട്ട്. തീ അത് നമുക്ക് കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് അതും കൂടെ നമുക്ക് നോക്കാം. തീ എന്ന് പറയുന്നത് ഒരിക്കലുമില്ല. ഇപ്പോൾ ഇത് നമ്മൾ ഒരു 100% നമ്മൾ വാട്ടർ റെസിസ്റ്റൻസ് പറയുന്നുണ്ട്. ഇത് ബ്ലൂ ഗണ്ണാണ്. അതെ ടേബിൾ കത്തിക്കുന്ന തോന്നുന്നു. ഇല്ല. ഈ ശ്യാമ് ജസ്റ്റ് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് തൊട്ട് നോക്കാം. എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്?
കാരണം ഇത് കത്തുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി കത്തിച്ചിട്ടാണ് അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തിട്ട് ശേഷമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത്. നല്ല ഹീറ്റ് ഇല്ലല്ല, ഇതാ അങ്ങനത്തെ ഹീറ്റായെന്ന് വിചാരിച്ചിട്ട് ഇതിന് വേറെ ഒന്നും സംഭവിക്കണമെന്നില്ല. ഇല്ലല്ല, ഒരു കുഴപ്പം സംഭവിക്കില്ല. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാലോ, അങ്ങനത്തെ രീതിയിലൊന്നും സംഭവിക്കില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. ചൂടായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ എല്ലാം പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ, തിയററ്റിക്കലേ ഇല്ല നമ്മുടെ അടുത്ത്. ചാനലിൻ്റെ നെയിം വരുന്നത് ബിഹൈൻഡ് ദ റെസിൻ എന്നാണ്. ഇല്ല, മെയിൻലി നമ്മൾ ഫുള്ളി ബ്രാൻഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രൊഡക്റ്റ് മാത്രം. പ്രൊഡക്റ്റ് അതെല്ലാം ചെയ്യുന്നുണ്ട്, അതായത് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, ആർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ ഫേർണിച്ചറിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാനലിലുണ്ട്. ഈ വർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പഠിച്ചാൽ കൊള്ളാൻ പോകും. അപ്പോൾ പുള്ളിക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടല്ലോ പഠിപ്പിക്കുന്നു. ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ പിന്നെ ഫുള്ളി പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഏകദേശം 85-86ഓളം ട്രെയിനിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അത് ഫുള്ളി പ്രാക്ടിക്കലായിട്ട് 1 ഡേ പ്രോഗ്രാമായിട്ടത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനും ഇപ്പോൾ ശ്യാമാണ് പഠിക്കാൻ വരുന്നെങ്കിൽ ശ്യാമും കാണും. വേറെ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊന്നല്ല കൊടുക്കുന്നത്, ഇൻഡിവിജ്വലായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു 1 ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് ഫുള്ളി നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. A to Z കാര്യങ്ങൾ, ഒരു വുഡ് ഇങ്ങനത്തെ തരത്തിലുള്ള വുഡ് സെലക്ട് ചെയ്യുന്നത് മുതൽ ഫൈനൽ കോട്ടായിട്ടുള്ള 3 ടൈപ്പ് ഓഫ് പോളിഷിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എപ്പോക്സിയുടെ ലോകം എന്ന് വെച്ചാൽ വളരെ വലുതാണ്. ഇവിടുത്തെ ഓരോ വർക്ക് കാണുമ്പോഴും വളരെയധികം അതിശയവും ആഗ്രഹവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും, ഇത് അറിഞ്ഞിട്ട് ഇത് എവിടെ കിട്ടുമെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ നമ്മുടെ സുബീഷേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഇതേപോലത്തെ കിടിലനായിട്ട് അടിപൊളി നിങ്ങൾക്ക് വേണ്ട വർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ചെയ്തു തരുന്നതാണ് പ്രത്യേകത. അപ്പോൾ വേണ്ടവരെല്ലാം കോൺടാക്ട് ചെയ്യാം. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ സാധനം നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടണമെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഐറ്റം ഞാൻ എനിക്കും പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് വന്നില്ലെങ്കിലും സുബീഷേട്ടൻ തരുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രാവൽടെക്കിൻ്റെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട എല്ലാവരും ഷെയർ ചെയ്യണം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഞാൻ ശ്യാംലാൽ, സൈനിങ് ഓഫ് ഫ്രം ട്രാവൽടെക്.